ഹലോ ഓൾ, വെൽക്കം ടു അവർ ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ഈ ഒരു പ്രസൻറ്റേഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കരിയർ റീഇഗ്നിഷൻ പ്ലാനാണ്. അതായത് നമ്മൾ ഒരുപാട് പേര് ഒരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ ഓൾറെഡി നമുക്കുണ്ടായിരുന്ന ഒരു കരിയർ സ്റ്റോപ്പായി മിസ്സായി നമ്മളത് റീബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നവരുണ്ട്. അതല്ലാതെ നമ്മൾ തന്നെ പലരും പാർട്ട് ടൈമായിട്ട് ഇപ്പോൾ ഉള്ള ജോലി അല്ലെങ്കിൽ ബിസിനസ് കൂടാണ്ട് പാർട്ട് ടൈമായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട്. സോ ഇതൊക്കെ നമ്മളിന്നിവിടെ എങ്ങനെ ഇത് ലോഞ്ച് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ലെറ്റ് മീ ഇൻട്രൊഡ്യൂസ് മൈസെൽഫ്. എൻ്റെ പേര് ചിത്ര സജിത്ത്. ഞാൻ എറണാകുളം ജില്ലയിലെ മൂവാറ്റുപുഴയിലാണ് സ്റ്റേ ചെയ്യുന്നത്. എനിക്കൊരു 7+ ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു അഡ്മിനിസ്ട്രേഷൻ ആൻഡ് മാർക്കറ്റിംഗ് ഫീൽഡിൽ. 2017 എൻ്റെ കുറച്ച് പേഴ്സണൽ ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം ഞാൻ എൻ്റെ ജോലി ക്വിറ്റ് ചെയ്യുകയും ഒരു 1.5 വർഷത്തോളം ഞാനൊരു കരിയർ ഗ്യാപ്പിലായിരുന്നു. അതിൻ്റെ ഇടയിൽ കല്യാണമൊക്കെ കഴിഞ്ഞു. സോ അങ്ങനെയാണ് ലൈഫിൽ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ വന്നു. നമ്മൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആകണമെന്നൊരു സിറ്റുവേഷൻ വീണ്ടും വരാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഞാനും എനിക്ക് പക്ഷേ ഒരു 9 to 5 ജോബിലേക്ക് പോകാൻ പറ്റത്തില്ല. സോ അതുകൊണ്ട് തന്നെ വീട്ടിലിരുന്നിട്ട് എൻ്റെ ഒരു കരിയർ എനിക്ക് റീബിൽഡ് ചെയ്ത് ഞാൻ നഷ്ടപ്പെട്ട എൻ്റെ ആ കരിയർ എങ്ങനെ തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് ഞാൻ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ എത്തുന്നതും. ഇപ്പോൾ ഈ ഒരു വർഷമായിട്ട് ഞാനൊരു ഡിജിറ്റൽ എൻ്റർപ്രണറാണ്, ബിസിനസ് കോച്ചാണ്, ഫേസ്ബുക്ക് മാർക്കറ്റിംഗ് ട്രെയിനറാണ്, കരിയർ ലോഞ്ച് കൺസൾട്ടൻ്റ് ആണ്. സോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി ഇത് ലൈഫിൽ എല്ലാവർക്കും എനിക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു ഓപ്പർച്യൂണിറ്റി എത്താൻ പറ്റുമോ എന്നെനിക്ക് ഉറപ്പില്ല. പക്ഷെ തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. ആർക്ക് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. അതായത് ലൈഫിൽ എന്തെങ്കിലും പുതിയതായിട്ട് ചെയ്യണം അല്ലെങ്കിൽ വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഓരോരുത്തർക്കും ആപ്റ്റായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണിത്. സോ എന്തുകൊണ്ടാണ് നമ്മളൊരു ഡിജിറ്റൽ എൻ്റർപ്രണർഷിപ്പ് നോക്കാൻ കാരണം? നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ ജോലിക്ക് പോകാം, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ട്രഡീഷണലി ഉള്ള ബിസിനസ് ചെയ്യാം. ബട്ട് ദെൻ വൈ ഷുഡ് യു ചൂസ് ടു ബിക്കം ആൻ ഡിജിറ്റൽ എൻ്റർപ്രണർ? ഇതൊരു യുണീക്ക് ആയിട്ടുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് ഡു യു വാണ്ട് ടു ബി യുവർ ഓൺ ബോസ്? നിങ്ങൾ നിങ്ങളുടെ ഓൺ ബോസ് ആകാൻ ആഗ്രഹിക്കുന്ന ഒരാളാണോ? അതല്ല, എനിക്ക് ഓൺലൈനായിട്ടിരുന്ന് വർക്ക് ചെയ്യണം, എനിക്ക് പുറത്ത് പോയിട്ട് ജോലി ചെയ്യാൻ പറ്റില്ല, എനിക്ക് എൻ്റെ കുട്ടികളെ നോക്കണം, എനിക്ക് എൻ്റെ ഫാമിലിക്ക് ടൈം കൊടുക്കണം, എനിക്ക് എൻ്റെ പാരൻസിനെ നോക്കണം എന്ന് വിചാരിക്കുന്ന ഒരാളാണോ? അതല്ല, നിങ്ങൾക്ക് ട്രാവലിംഗ് ഒരു പാഷനായിട്ടുള്ള ഒരാളാണോ നിങ്ങൾ? പിന്നെ നിങ്ങളുടെ ഫാമിലിയുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാളും ടൈം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? സോ നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ ഒരു യുണീക്ക് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. നിങ്ങളുടെ ലൈഫിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് ടൈം സേവ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി. സോ നമ്മൾ ഈ ഒരു ഓപ്പർച്യൂണിറ്റിനെ പറ്റി പറയുന്നതിന് മുന്നേ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മുടെ ലൈഫ് സ്റ്റൈലിനെ എപ്പോഴും നിർണ്ണയിക്കുന്നത് നമുക്ക് കിട്ടുന്ന വരുമാനമാണ്. എങ്ങനെയുള്ള വരുമാനമാണ് നമുക്ക് കിട്ടുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമ്മൾ ജീവിക്കുന്ന ജീവിത രീതി, റൈറ്റ്? സോ നമ്മുടെ എല്ലാം ലൈഫിൽ 2 ടൈപ്പ് ഓഫ് ഇൻകം ഉണ്ട്, ലിനിയർ ഇൻകവും റെസിഡ്യുവൽ ഇൻകവും. സോ എന്താണ് ലിനിയർ ഇൻകം അല്ലെങ്കിൽ എന്താണ് റെസിഡ്യുവൽ ഇൻകം എന്ന് ആർക്കെങ്കിലും അറിയാവോ? ഞാൻ പറയാം. സോ ലിനിയർ ഇൻകം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഇൻകമാണ്. അതായത് നിങ്ങളൊരു ഓഫീസ് ജോലിക്ക് പോകുന്ന ഒരാളാണ്, അല്ലെങ്കിൽ നിങ്ങൾ ഡെയിലി വേജസിന് പോകുന്ന ഒരാളാണ്, ഒരു ട്രഡീഷണൽ ആയിട്ടൊരു ഷോപ്പോ അങ്ങനെ എന്തെങ്കിലും റൺ ചെയ്യുന്ന ഒരാളാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകത്തിനെയാണ് നമ്മൾ ലീനിയർ ഇൻകം എന്ന് പറയുന്നത്. സോ എന്താണ് അതിൻ്റെ പ്രത്യേകത? അതിനൊരു റിട്ടയർമെൻറ്റ് പീരീഡ് ഉണ്ടാകും. എന്ന് വെച്ചാൽ നമ്മൾ എത്ര കാലം വർക്ക് ചെയ്യുന്നു അത്രയും കാലം മാത്രമേ നമുക്കതിൽ നിന്നുള്ള ഇൻകം കിട്ടത്തുള്ളൂ. വൺസ് നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്നും ഒന്നും കിട്ടാൻ പോകുന്നില്ല. അപ്പം നമ്മുടെ ലൈഫിലെ 30-40 വർഷങ്ങളാണ് നമ്മൾ അതിന് വേണ്ടി കൊടുക്കുന്നത്. അതുപോലെ ദിവസം 8 to 12 hours നമ്മൾ അതിന് വേണ്ടി വർക്ക് ചെയ്യുന്നു. പിന്നെ എല്ലാം ഫിക്സഡ് ആയിരിക്കും. രാവിലെ പോകുന്നതും വൈകിട്ട് വരുന്നതും ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് എടുക്കുന്നതും ഹോളിഡേയ്സ് ലീവ് എല്ലാം ഫിക്സഡ് ആണ്. നമുക്കൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. പിന്നെ ലിമിറ്റഡ് ഇൻകമാണ്. നമ്മൾ എക്സ്ട്രാ കുറച്ച് എഫേർട്ട് ഇന്നിട്ടത് കൊണ്ട് നമുക്ക് ഒരിക്കലും ഇന്നത്തെ കൂലി കൂട്ടിത്തരാനൊന്നും പോകുന്നില്ല. സോ നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മുടെ മാനേജറുടെയോ നമ്മുടെ ബോസിൻ്റെയോ നമ്മുടെ സൂപ്പർവൈസറിൻ്റെയോ ഒക്കെ കൺട്രോളിലായിരിക്കും ഉണ്ടാവുക. ഇതാണ് ലീനിയർ ഇൻകം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു ഇൻകം ലൈഫ് സ്റ്റൈൽ. അപ്പം നെക്സ്റ്റ് ലൈഫ് സ്റ്റൈൽ എന്താണ്? ദാറ്റ് ഈസ് റെസിഡ്യുവൽ ഇൻകം. സോ റെസിഡ്യുവൽ ഇൻകത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത നമുക്ക്
റിട്ടയർമെൻറ്റ്, അതായത് നമ്മുടെ ലൈഫ് ലോങ് ആയിട്ട് നമ്മളിവിടെ വർക്ക് ചെയ്യുമൊന്നും വേണ്ട. ഒരു 2 തൊട്ട് 5 വർഷം വരെ നമ്മൾ ഹാർഡ് വർക്കും നമ്മുടെ കൺസിസ്റ്റൻ്റ് എഫേർട്ടും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിട്ടയർ ചെയ്തിട്ട് ലൈഫ് ആസ്വദിക്കാം. സോ നമുക്കൊരു ഫിനാൻഷ്യൽ ഫ്രീഡം, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്ക് വരുന്നത്. അതുപോലെ ദിവസം നമ്മൾ ഈ പറയുന്ന 8 തൊട്ട് 12 മണിക്കൂർ അങ്ങനെയൊന്നും നമുക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള രീതിയിൽ ഒരു 3 to 4 hours എപ്പോഴാണോ നമുക്ക് സൗകര്യപ്രദമായിട്ടുള്ളത്, രാവിലെയാണോ ഉച്ചയ്ക്കാണോ വൈകിട്ടാണോ, പ്രത്യേകിച്ച് നമ്മൾ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം നല്ലതാണല്ലോ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി. പിന്നെ അൺലിമിറ്റഡ് ഇൻകം ആണ്. അൺലിമിറ്റഡ് ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാം നിങ്ങളുടെ ഇൻകം ലെവൽ. കൂടുതൽ ഇൻകം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, എനിക്ക് നല്ല രീതിയിൽ നല്ല ലക്ഷറിയസ് ലൈഫ് സ്റ്റൈലിലോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്, എനിക്ക് 1 lakh വേണം ഇൻകം പെർ മന്ത് എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നെങ്കിൽ യു ഷുഡ് പുട്ട് ദാറ്റ് മച്ച് എഫേർട്ട്. ഓക്കെ, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. സോ നമ്മുടെ ലൈഫ് എപ്പോഴും നമ്മുടെ കൺട്രോളിലായിരിക്കും. സോ ഈ ഒരു റെസിഡുവൽ ഇൻകത്തെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഈ ഒരു വർക്കിംഗ് സിസ്റ്റം വരുന്നത്. സോ നമ്മുടെ സിസ്റ്റം എങ്ങനെയാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം, മുന്നത്തെ കാലത്ത് നമുക്കൊരു എൻ്റർപ്രണർ ആകുക, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊരു ബുദ്ധിമുട്ടുള്ള ചടങ്ങായിരുന്നു അല്ലേ. ലക്ഷങ്ങളുടെയും കോടികളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് വേണം, നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ഉണ്ടാക്കണം, എംപ്ലോയീസ്, പിന്നെ ഗവൺമെൻറ്റുമായിട്ടുള്ള പേപ്പർ വർക്ക്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. പക്ഷേ ഇന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എൻ്റർപ്രണർ ആകുക എന്നുള്ളത് ഒരു ചായ കുടിക്കുന്ന സമയം എടുക്കുന്ന കാര്യമുള്ളൂ. അതിന് നമ്മൾ എപ്പോഴും കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ ഡിജിറ്റൽ ടെക്നോളജീസിനോടാണ്, അഡ്വാൻസ് ആയിട്ടുള്ള ഡിജിറ്റൽ ടെക്നോളജീസിനോടാണ്. സോ എങ്ങനെയാണ് ഡിജിറ്റൽ ടെക്നോളജി നമ്മളെ ബിസിനസ്സിൽ ഹെൽപ്പ് ചെയ്യുന്നത്? ഫസ്റ്റ് തിങ് സോഷ്യൽ മീഡിയ. നമ്മളിതിനെ ഓൺലൈൻ ടൂൾസ് എന്ന് വിളിക്കും. സോ സോഷ്യൽ മീഡിയ പറയുമ്പോൾ മെയിനായിട്ട് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം പോലുള്ള മാധ്യമങ്ങൾ. സോ അത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ലീഡ്സിനെ, നമ്മുടെ ബിസിനസ്സിലോ നമ്മുടെ പ്രോഡക്റ്റിലോ സർവീസിലോ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ ടൂള് ബിസിനസ് പേജ്. സോ ബിസിനസ് പേജ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. സോ സോഷ്യൽ മീഡിയ വഴി നമുക്ക് ലീഡ്സിനെ അട്രാക്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ബിസിനസ് പേജ് വഴി നമ്മുടെ ഈ ബിസിനസ്സിനെ പ്രൊമോട്ട് ചെയ്ത് മറ്റുള്ളവരിൽ എത്തിക്കണം. അതിൻ്റെ മൂന്നാമത്തെ ടൂളാണ് വെബിനാർ. നമ്മൾ യൂസ് ചെയ്യുന്നത് തീർച്ചയായിട്ടും ഒരു ബിസിനസ്മാനെ അല്ലെങ്കിൽ ഒരു ബിസിനസ് വുമനെ സംബന്ധിച്ചിടത്തോളം, ഒരു എൻ്റർപ്രണറെ സംബന്ധിച്ചിടത്തോളം അറിവ് നേടുക എന്നുള്ളത് പരമപ്രധാനമായിട്ടുള്ള കാര്യമാണ്. സോ വെബിനാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കുറേ പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവാം, കുറേ പേര് അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവില്ല. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നമുക്കൊരു മാധ്യമത്തിൽ കൂടെ നമുക്ക് മറ്റൊരാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്കൊരു ട്രെയിനിങ് സെഷൻ അല്ലെങ്കിൽ മീറ്റിംഗ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മാധ്യമമാണത്. സോ ലേണിംഗ് ആൻഡ് ടീച്ചിങ്, പഠിപ്പിക്കാനുമാണ് നമ്മൾ വെബിനാർ യൂസ് ചെയ്യുന്ന ബിസിനസ്സിൽ. നാലാമത്തെ ടൂള് വാട്സപ്പ് എല്ലാവർക്കും അറിയാം, നമ്മൾ കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കാര്യമാണ് വാട്സപ്പ് അല്ലേ. സോ നമ്മുടെ ഈ ഡിജിറ്റൽ ടെക്നോളജി ഈ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ ബിസിനസ് ഇത്രയും ഗ്രോ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പോസിബിളാക്കി വെച്ചേക്കുകയാണ്. സോ ഇത് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഈ ഓൺലൈൻ ടൂൾസ് വെച്ചിട്ട് നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്? ഹൗ യു ഷുഡ് വർക്ക്. ഷോർട്ടായിട്ട് പറയുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലേൺ ചെയ്യണം എങ്ങനെ സോഷ്യൽ മീഡിയ വഴി ആൾക്കാരെ ഫണൽ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ ലേൺ ചെയ്യണം. സോ ഹൗ ഡസ് ഇറ്റ് വർക്ക്? അങ്ങനെ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ, ഫണൽ ചെയ്ത ആൾക്കാരെ കൊണ്ടുവരാൻ ലേൺ ചെയ്ത് കഴിഞ്ഞാൽ ഹൗ ഡസ് ഇറ്റ് വർക്ക്? ആദ്യത്തെ കാര്യം, ഇത് നിങ്ങൾ ഓപ്പർച്യൂണിറ്റി വെബിനാറിലേക്ക്, ഇതുപോലെയുള്ള പ്രസൻറ്റേഷൻസിലേക്ക് നിങ്ങൾ അവരെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. അത് ലൈവ് പ്രസൻറ്റേഷൻസ് ഉണ്ടാവാം, റെക്കോർഡ് പ്രസൻറ്റേഷൻ ഉണ്ടാവാം. സോ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്ന ആളുടെ കംഫർട്ട് അനുസരിച്ച് നിങ്ങൾക്ക് അവരെ ഇൻവൈറ്റ് ചെയ്യാം. പിന്നെ അവരെ സൈനപ്പ് ചെയ്യാൻ സഹായിക്കണം. സോ ഞങ്ങൾ പഠിപ്പിക്കും നിങ്ങളുടെ ഓർഗനൈസേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാമെന്നുള്ളത്. സോ രണ്ടാമത്തെ കാര്യം, ഞങ്ങൾ നിങ്ങളുടെ ഓർഗനൈസേഷൻ അങ്ങനെ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ബിസിനസ്സാണേ, നിങ്ങൾക്ക് നിങ്ങളുടേതായ കുറച്ച് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു ബിസിനസ് ലീഗലി പോകുന്നൊരു ബിസിനസ്സാണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന് ടാഞ്ചിബിൾ ആയിട്ടുള്ള, അതായത് മറ്റുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന, നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റോ സർവീസോ അവിടെ ഉണ്ടായിരിക്കണം. സോ നമ്മുടെ ഈ ഒരു ബിസിനസ്, ഈ ഒരു ഡിജിറ്റൽ ബിസിനസ് ആക്ച്വലി ബേസ് ചെയ്ത് നിൽക്കുന്നത് പ്രോഡക്ട്സിനെയാണ്, ടാഞ്ചിബിൾ ആയിട്ടുള്ള പ്രൊഡക്ട്സിനെയാണ്. പക്ഷെ ഒരിക്കലും നിങ്ങൾ സെല്ലിംഗ് അല്ല ഇവിടെ ചെയ്യുന്നത്. എന്താണെന്നുള്ളത് പറഞ്ഞു തരാം. സോ
ആദ്യത്തെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിൽ ഈ പ്രൊഡക്ട്സിനെ നമ്മൾ പേഴ്സണൽ യൂസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യണം. ഇതാണ് നമ്മുടെ ആദ്യത്തെ റെസ്പോൺസിബിലിറ്റി. സോ രണ്ടാമത്തെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഇതുപോലെയുള്ള വെബിനാർസ്, ട്രെയിനിങ് സെഷൻസ്, ഒരുപാട് ട്രെയിനിങ് സെഷൻസ് ഉണ്ട്, എല്ലാം വെബിനാർസാണ്. ഓക്കെ, നിങ്ങൾ പുറത്തൊന്നും പോവണ്ട, നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കംഫർട്ടായിട്ടൊരു സ്ഥലത്തിരുന്നിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാം. റെക്കോർഡഡ് ഉണ്ട്, ലൈവ് ഉണ്ട്, നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ച് നിങ്ങൾക്കത് വാച്ച് ചെയ്ത് ലേൺ ചെയ്ത് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ഗ്രോ ചെയ്യാം. ആൻഡ് മൂന്നാമത്തെ റെസ്പോൺസിബിലിറ്റി ഞാൻ മുന്നേ പറഞ്ഞ 4 ഓൺലൈൻ ടൂൾസിൽ ഏതൊക്കെയാ? സോഷ്യൽ മീഡിയ, ബിസിനസ് പേജ്, വെബിനാർ, വാട്സപ്പ്. ഈ 4 കാര്യങ്ങൾ നന്നായി ലേൺ ചെയ്യുക. ഹൗ ടു യൂസ് ഓൺലൈൻ ടൂൾസ്. ഓക്കെ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നാലാമത്തെ ഉത്തരവാദിത്തം റിക്രൂട്ട്മെൻ്റ് ആണ്. സോ റിക്രൂട്ട്മെൻറ്റ് എന്തിനാണ് ബിസിനസ്സിൽ ചെയ്യുന്നത്? ആക്ച്വലി നമ്മുടെ ബിസിനസ്സിനെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്ത് ഗ്രോ ചെയ്യണം നമുക്ക്, എങ്കിൽ നമ്മൾ റിക്രൂട്ട്മെൻറ്റ് ചെയ്യണം. കാരണം ആക്ച്വലി നമ്മളിവിടെ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ബ്രാൻഡിലേക്ക് കസ്റ്റമർ അക്വിസിഷൻ ആണ് ചെയ്യുന്നത്. അതായത് കൂടുതൽ ബിസിനസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്ന ഒരു ബ്രാൻഡിലേക്ക് ബിസിനസ് വോളിയം. സോ അത് വരണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം, എന്നെപ്പോലെ അല്ലെങ്കിൽ നിങ്ങളെപ്പോലെ വീട്ടിലിരിക്കുന്ന ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാനോ ലക്ഷങ്ങളുടെ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് സ്റ്റോക്ക് ചെയ്തിട്ട് അത് വിറ്റഴിക്കാനോ ഒന്നും പറ്റത്തില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ റിക്രൂട്ട്മെൻറ്റ് നമ്മളെപ്പോലെ തന്നെ ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി നോക്കുന്ന മറ്റുള്ളവരെയും ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവരുടെ ഡ്രീം ഫുൾഫിൽ ചെയ്യാൻ സഹായിച്ച് നമ്മുടെ ബിസിനസ് പാർട്ട്ണറാക്കി അവരെ സപ്പോർട്ട് ചെയ്ത് നമ്മൾ ഈ ബ്രാൻഡിലേക്ക് കൂടുതൽ ബിസിനസ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, സോ ഇതൊക്കെ നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഗോൾ ഉണ്ടാവണം. തീർച്ചയായിട്ടും നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ എന്തും ചെയ്യത്തുള്ളൂ, അല്ലേ? ഒരു ലക്ഷ്യമില്ലാതെ നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടും യാതൊരു കാര്യമില്ല. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഗോൾഡാണ്. സോ എന്താണ് ഗോൾഡ്? ഗോൾഡ് എന്ന് പറയുന്നത് നമ്മുടെ ഈ സിസ്റ്റത്തിൽ ഒരു സക്സസ് പ്ലാൻ ഉണ്ട്, സക്സസ് ലാഡർ ഉണ്ട്. ആ ലാഡർ പ്രകാരം ഗോൾഡ് ഡയറക്ടർ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു പൊസിഷനിലേക്ക്, ഈ സിസ്റ്റത്തിലെ ആ ഒരു പൊസിഷനിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിച്ചേരുക എന്നുള്ളതാണ് ലക്ഷ്യം. സോ ഒരു ഗോൾഡ് ഡയറക്ടർ ആയി കഴിയുമ്പോഴത്തേക്ക് എന്തൊക്കെ ആയിരിക്കും ബെനിഫിറ്റ്? തീർച്ചയായിട്ടും നല്ല നല്ല ബെനിഫിറ്റ്സ് ഉണ്ടാവില്ല. സോ ഫസ്റ്റ് വൺ തന്നെ ഹയർ ഏർണിങ്സും ബോണസസും ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെർ മന്ത് 1 lakh rupees ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളുടെ മുന്നിലുള്ളത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതൊരു ഓവർനൈറ്റ് മാജിക് അല്ല. ഇരുട്ട് നേരം വെളുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 1 lakh rupees ഒന്നും എടുക്കാൻ പറ്റില്ല. എനിക്കറിയാം നിങ്ങളൊക്കെ അത്രയും ചിന്തിക്കാൻ കഴിവുള്ള ആൾക്കാരാണെന്നുള്ളത്. സോ നമുക്കറിയാം, നമ്മളൊരു ജോലിക്ക് പോലും ട്രഡീഷണൽ ബിസിനസ് ചെയ്താലോ പോലും നമ്മളെ കൊണ്ട് എത്ര കാലം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തെങ്കിലാണ് നമുക്ക് ഈ ഒരു ഓപ്ഷനിൽ എത്താൻ പറ്റുന്നത്. അതിനുവേണ്ടി നമ്മൾ എന്തോരം കഷ്ടപ്പാടുകൾ സഹിക്കേണ്ടി വരും. പക്ഷേ ഇവിടെ വിതിൻ 10 to 12 months നിങ്ങൾക്ക് ഈ പറയുന്നൊരു 1 lakh എന്ന് പറയുന്ന ആ ഒരു ഇൻകം ലെവലിൽ എത്താം. ആൻഡ് നിങ്ങൾക്ക് എപ്പോഴും കൂടെ സപ്പോർട്ടിന്, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സപ്പോർട്ടിന് ആൾക്കാരും ഉണ്ടാവും. സോ ഒരു 1 year ഗോളാണിത്. ഗോൾഡ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു 1 year ഗോളാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ബെനിഫിറ്റ്, ഈ ഒരു 1 yearനുള്ളിൽ നിങ്ങൾ നെക്സ്റ്റ് ഇയറിൽ ഗോൾഡ് ഡയറക്ടർ ആകാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു 10-12 മാസങ്ങൾക്കുള്ളിൽ 2,25,000 അക്യുമുലേറ്റഡ് ക്യാഷ് അവാർഡ്, നിങ്ങളുടെ ഈ പെർ മന്ത് ഇൻകം കൂടാണ്ട് 2,25,000 അക്യുമുലേറ്റഡ് ക്യാഷ് അവാർഡ്സ് നിങ്ങൾക്ക് നേടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണുള്ളത്. അതുകൂടാണ്ട് നിങ്ങൾക്ക് നിരവധി നിങ്ങളുടെ റെക്കഗ്നിഷൻ, നിങ്ങളെ രാജകീയമായിട്ട് റെക്കഗ്നിഷൻ ചെയ്യും ഒരു സ്റ്റേജിൽ നിങ്ങൾക്ക് അവാർഡ്സ് നിങ്ങൾക്ക് കിട്ടും. അതുകൂടാണ്ട് യാത്രകൾ ഇഷ്ടമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവും ഇവിടെ? ആരും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. നമ്മൾ പല സിറ്റുവേഷൻസും കാരണം നമ്മൾ മാറ്റിവെക്കുന്നതാണ് നമ്മുടെ പ്രിയപ്പെട്ട യാത്രകളെ, ശരിയല്ലേ? സോ നമുക്ക് യാത്രകൾ, ഒരുപാട് യാത്രകൾ, അത് നാഷണലും ഇൻ്റർനാഷണലും നടത്താൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷനാണ് നമ്മുടെ മുന്നിലുള്ളത്. സോ ഇപ്പം ജോയിൻ ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഗോവ ആൻഡ് ബാങ്കോക്ക്. ടൂറിസ്റ്റുകളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള 2 ഡെസ്റ്റിനേഷൻസ് ആണ് ഗോവ ആൻഡ് ബാങ്കോക്ക്. സോ നിങ്ങൾക്ക് ഡിസംബറിൽ ഗോവ ക്വാളിഫിക്കേഷനുണ്ട്, ഫെബ്രുവരി വരെ ബാങ്കോക്ക് ക്വാളിഫിക്കേഷനുണ്ട്. സോ നിങ്ങൾക്ക് കൂടുതൽ ഇതിനെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മീറ്റിംഗ്, ഈ ഒരു പ്രസൻറ്റേഷൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് തിരിച്ച് എന്നെ കോൺടാക്റ്റ് ചെയ്യാം.
ഓക്കെ, അല്ലെങ്കിൽ നിങ്ങളെ ആരാണോ ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങളിൽ എത്തിച്ചത് അവരെ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം. അവർ വ്യക്തമായി നിങ്ങൾക്ക് പറഞ്ഞു തരും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത്. ഓക്കെ, സോ ഇത് എൻ്റെ കുറച്ച് ഗ്ലിംസ് ഓഫ് ഞാനൊരു ഗോവൻ ട്രിപ്പിന് എൻ്റെ ഹസ്ബൻഡിന് ഇതിൽ ഏറ്റവും വലിയ ബെനിഫിറ്റ് എന്താണെന്ന് നമ്മൾ ഒറ്റയ്ക്കല്ല പോകുന്നത്, നമ്മുടെ ബെറ്റർ ഹാഫിനെ കൂടെ കൊണ്ടുപോകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ആണുള്ളത്. സോ ആക്ച്വലി ഞാൻ എന്താണെന്നും ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും എൻ്റെ കരിയർ എന്താണെന്നും പുള്ളിക്കാരന് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് കിട്ടുന്നൊരു അവസരം കൂടിയാണത്. സോ ഈ സെപ്റ്റംബറിൽ സത്യം പറഞ്ഞാൽ ഞങ്ങൾ ആ ഗോവ ട്രിപ്പ് ഞങ്ങളുടെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത, ഞങ്ങൾ ഒരുപാട് യാത്രകൾ നടത്തുന്ന 2 പേരാണ്. ഞങ്ങൾ യാത്രകൾ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമാണ്. പക്ഷേ ഇത്രയും ലഗ്സൂറിയസ് ആയിട്ടൊരു ട്രിപ്പ് ഞങ്ങളുടെ ലൈഫിൽ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സോ വൺസ് അവിടെ അറ്റൻഡ് ചെയ്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും പറഞ്ഞാൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ കൂടുതൽ സ്വപ്നം കാണുകയാണെന്ന്. ഇതുവരെ കണ്ട സ്വപ്നങ്ങളല്ല, ഞാൻ ഒരുപാട് കൂടുതൽ സ്വപ്നങ്ങൾ, വലിയ സ്വപ്നങ്ങൾ കാണുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. സോ അതിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാമല്ലോ ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു എന്നുള്ളത്. സോ അത് കൂടാണ്ട് കാർ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? ഈ കൂട്ടത്തിൽ കാർ ഇഷ്ടമല്ലാത്ത ആരെങ്കിലും ഉണ്ടോ? സ്വന്തമായിട്ടൊരു കാറ്, അല്ലെങ്കിൽ എൻ്റെ പാരൻസിന് എനിക്കൊരു കാറ് ഗിഫ്റ്റ് കൊടുക്കണം, എൻ്റെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേക്ക് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്ക് ഒരു കാറ് ഗിഫ്റ്റ് കൊടുക്കണം, അല്ലെങ്കിൽ ഇപ്പം നിലവിലുള്ള കാറ് പഴയതാണ്, ചെറുതാണ്, അത് അപ്ഗ്രേഡ് ചെയ്ത് പുതിയ വലിയൊരു കാർ എടുക്കണം എന്നൊക്കെ ആഗ്രഹമില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? സോ അങ്ങനെയുള്ള ആൾക്കാർക്കും ഒരു ഗോൾഡ് ഡയറക്ടർ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊരു കാറ് സ്വന്തമാക്കാനുള്ള ഒരു ഓപ്ഷനാണുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു കാറ്. ഓക്കെ, അതിൻ്റെ പേയ്മെൻറ്റ് നിങ്ങൾ കൊടുക്കണ്ട. So how many of you want to go gold? നിങ്ങൾക്ക് ഒരു ഗോൾഡ് ഡയറക്ടർ ആകണം. അടുത്ത 1 year കൊണ്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ഒരു പൊസിഷനിൽ എത്തി ഈ ഒരു ബെനിഫിറ്റ് എടുക്കണം. നെക്സ്റ്റ് ഡിസംബർ ജനുവരി സമയമാകുമ്പോഴത്തേക്കും ഞാൻ ഈ പറയുന്ന ഒരു ലെവലിൽ ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ വൺസ് ഈ പ്രസൻറ്റേഷൻ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് എന്നെ തിരിച്ച് കോൺടാക്ട് ചെയ്യാം. ഞാൻ നിങ്ങളെ ഗൈഡ് ചെയ്ത് തരാം എന്താണെന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങളെ ആരാണ് ഈ പ്രസൻറ്റേഷൻ വാച്ച് ചെയ്യാൻ ഇൻവൈറ്റ് ചെയ്തത് അവരെ കോൺടാക്റ്റ് ചെയ്യുക. ഓക്കെ, സോ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് അഗൈൻ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, സെൽഫ് യൂസിങ് ആൻഡ് ഷെയറിങ് ആണ്. നമ്മുടെ പ്രോഡക്റ്റ് നമ്മൾ സെൽഫ് യൂസ് ചെയ്യുന്നു, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നമ്മൾ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുന്നു. അത് കൂടാണ്ട് നമ്മൾ റിക്രൂട്ട് ചെയ്ത് മറ്റുള്ളവരുടെ ലൈഫിൽ അവരുടെ ഡ്രീംസ് ഫുൾഫിൽ ചെയ്യാൻ വേണ്ടി നമ്മൾ അവരെ ഹെൽപ്പ് ചെയ്യുന്നു, റിക്രൂട്ട് ചെയ്ത് ആൻഡ് അവരെ ട്രെയിൻ ചെയ്ത് നമ്മുടെ ലൈഫും അവരുടെ ലൈഫും നമ്മൾ എൻറിച്ച് ചെയ്യുന്നു. ഇതാണ് നമ്മളിവിടെ ചെയ്യുന്നത്. സോ ഈ ഒരു കാര്യം കൺസിസ്റ്റൻ്റ് ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് എല്ലാ മാസവും ചെയ്ത് പോകണം. ഈ 1 year കൊണ്ട് ഞാൻ ഈ പറഞ്ഞ റെസിഡ്യുവൽ ഇൻകം പൊസിഷനിലേക്ക് നിങ്ങൾക്ക് എത്തണമെന്നുണ്ടെങ്കിൽ എവറി മന്ത് നമ്മൾ ഫോളോ ചെയ്യേണ്ട 2 പ്രിൻസിപ്പിൾസ് ഉണ്ട്. നമുക്കൊരു പ്രിൻസിപ്പിളോ അല്ലെങ്കിൽ ടാർഗറ്റോ ഇല്ലാണ്ട് നമ്മളൊരു കാര്യം ചെയ്യാൻ ഇറങ്ങി തിരിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മളത് കംപ്ലീറ്റ് ചെയ്യത്തില്ല. സോ അതിന് വേണ്ടിയിട്ട് നമ്മുടെ സിസ്റ്റത്തിലുള്ള 2 പ്രിൻസിപ്പിൾസ് ആണ്. 2 കാര്യങ്ങളാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേൾക്കുക ഇത്. സോ ഫസ്റ്റ് തിങ് എന്ന് പറയുന്നത് സെൽഫ് ഷോപ്പിംഗ് ഓഫ് 100 BP എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുന്നേ പറഞ്ഞിരുന്നു നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ഫസ്റ്റ് തിങ് പേഴ്സണൽ യൂസ് ആൻഡ് എക്സ്പീരിയൻസ് ദ പ്രോഡക്റ്റ് അല്ലേ. സോ അതിന് വേണ്ടി എവറി മന്ത് ഒരു 100 pointsന് ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് നമ്മൾ പേഴ്സണലി പർച്ചേസ് ചെയ്യുന്നു. സോ 100 pointsന് ഈക്വലൻ്റ് ആയിട്ടുള്ള പ്രോഡക്ട്സ് എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ സിസ്റ്റത്തിൽ നിന്ന് നമ്മൾ ഈ ബിസിനസ്സിൽ നിന്ന് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോഴും അതിന് ഈക്വലൻ്റ് ആയിട്ടൊരു പെർട്ടിക്കുലർ ബിസിനസ് പോയിൻ്റ് അസൈൻ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അക്യുമുലേറ്റ് ചെയ്ത് നമ്മൾ ഓരോ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും നമ്മുടെ പേഴ്സണൽ യൂസിന് ഓരോ പ്രൊഡക്റ്റ് എടുക്കുമ്പോഴും നമുക്ക് ആ പോയിൻറ്റ്സ് അക്യുമുലേറ്റ് ചെയ്ത് വരുന്നു, 100 points ആകുന്നു. സോ അങ്ങനെയാണ് നമ്മൾ നമ്മുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എവറി മന്ത് നമ്മൾ നമ്മുടെ ബിസിനസ് നമ്മളങ്ങനെ നമ്മൾ യൂഷ്വലി നമ്മൾ എല്ലാ മാസവും 1-ാം തീയതി നമ്മൾ മറ്റേ എന്താ പറയുക എന്തോ ഒരു പരൽബോണി വെച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നൊന്നും പറയത്തില്ലേ. സോ എക്സാക്ട്ലി നിങ്ങൾ അങ്ങനെ തന്നെ വിചാരിച്ചാൽ മതി. എല്ലാ മാസവും നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിൻ്റെ തുടക്കം നിങ്ങൾ കുറിക്കുന്നു. ഒരു 100 pointsനുള്ള പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടെ ബിസിനസ്സിന് സ്റ്റാർട്ട് ചെയ്യുന്നു. ഓക്കെ, സോ ഈ 100 pointsന് ഏകദേശം എത്ര രൂപയാകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡിപ്പെൻഡ്സ്, നിങ്ങൾ വാങ്ങിക്കുന്ന പ്രൊഡക്ട്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ എന്നാലും നിങ്ങൾക്ക് 3300 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്തൊരു 4500 ആ ഒരു റേഞ്ചിനകത്ത് നിങ്ങൾക്ക് 100 points കംപ്ലീറ്റ് ചെയ്യാം. ഇതൊരിക്കലും നിങ്ങളൊരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ടോ അങ്ങനെയൊന്നും കണക്കാക്കേണ്ട. നിങ്ങളുടെ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി, നിങ്ങളെ ബിസിനസ്സിന് തുടക്കം കുറിച്ച് നിങ്ങൾ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നിങ്ങൾ ചിലവഴിക്കുന്ന ഒരു തുകയായിട്ട് കരുതിയാൽ മതി. ആൻഡ് ഇതെല്ലാ മാസവും നിങ്ങൾ കയ്യിൽ നിന്ന് ഇട്ടിട്ട് കൊണ്ടുപോകാനല്ല പറയുന്നത്. അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ ബിസിനസ് എന്ന് വിളിച്ചിട്ട് കാര്യമില്ല. നമ്മളൊരു മാക്സിമം ഒരു 2 മാസം നമ്മൾ കൈ നിരേണ്ടി വരും. 3-ാമത്തെ മാസം തൊട്ട് നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് മന്തിൽ തന്നെ ഇത് തിരിച്ചു പിടിക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ വേഴ്സ്റ്റ് കേസിലാണ് 3-ാമത്തെ മാസം പറയുന്നത്. ഓക്കെ,
സോ അതിന് നിങ്ങളെ ലീഡേഴ്സ് സപ്പോർട്ട് ചെയ്യും, നിങ്ങളിവിടെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന ആൾ സപ്പോർട്ട് ചെയ്യും. ഇതെങ്ങനെ തിരിച്ചു പിടിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും. ആൻഡ് സെക്കൻഡ് പ്രിൻസിപ്പിൾ മുന്നേ പറഞ്ഞ പോലെ റിക്രൂട്ട്മെൻറ്റ്. അതായത് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ കൂടുതൽ ബിസിനസ് വോളിയം ജനറേറ്റ് ചെയ്യണം, നമ്മൾ ഒരുപാട് ബിസിനസ് കൊണ്ടുവരണം. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ പോലെ തന്നെ സ്വപ്നങ്ങളുള്ള, നമ്മളെപ്പോലെ തന്നെ പല ആഗ്രഹങ്ങളുള്ള ഒരു 5 പേരെ എല്ലാ മാസവും നമ്മുടെ ഈ ബിസിനസ്സിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അവരെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. 5 പേരെ. ഓക്കെ, ഈസിയാണത്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഷ്യൽ മീഡിയ കൂടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ടും ഓൺലൈനായിട്ടും നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. നിങ്ങൾക്ക് കോൺടാക്ട്സ് കുറവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാം സോഷ്യൽ മീഡിയയിൽ കൂടെ. അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ പഠിപ്പിച്ചു തരും. ഒരു മാസം ഒരു 250, 300, 500 പേരെ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ പരിചയപ്പെടാൻ ഒരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്നൊരു 5 പേരെ നിങ്ങൾക്ക് ഈ ഒരു ഓപ്പർച്യൂണിറ്റി കൺവേ ചെയ്ത്, ബിക്കോസ് നിങ്ങളാരെയും കൺവിൻസ് ചെയ്ത് ചേസ് ചെയ്യാനല്ല പോകുന്ന, ആർക്കാണോ ഇത് ആവശ്യമുള്ളത് അവർ നിങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴത്തേക്കും അവർക്ക് കറക്റ്റായിട്ട് ഈ ഒരു ഓപ്പർച്യൂണിറ്റി പറഞ്ഞു കൊടുത്താൽ മാത്രം മതി നമ്മൾ. ഓക്കെ, സോ ഈ 2 പ്രിൻസിപ്പിൾസ്, 100 പോയിൻറ്റ്സും 5 റിക്രൂട്ടും. എവ്രി മന്ത് ആരാണോ ഇത് ചെയ്യുന്നത് അവർ സക്സസ്ഫുൾ ആയിരിക്കും എന്നുള്ളതിന് 100% ഗ്യാരണ്ടി ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾക്ക് ഇൻകം 200 രൂപ തൊട്ട് 5 കോടി വരെ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്കുള്ളത്. 200 രൂപ തൊട്ട് 5 crore വരെ. സോ ഈ 5 കോടി എന്നൊക്കെ പറയുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നൊന്നുമല്ല. നമ്മളൊരു 5-6 വർഷം നമ്മളതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, ബട്ട് സ്റ്റിൽ ആദ്യത്തെ ഒരു 6 മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് 30,000 to 40,000 വരെ ഏൺ ചെയ്യാൻ പറ്റും. അതിനുശേഷം 1 year കൊണ്ട് നിങ്ങൾക്ക് 1 lakh ഏൺ ചെയ്യാൻ വേണ്ടി പറ്റും. ആസ് എ ഹൗസ് വൈഫ്, ഒരു വീട്ടിലിരിക്കുന്ന ഒരു വീട്ടമ്മ എന്ന നിലയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന് വേണ്ടി ഒരു എഫേർട്ട് നമുക്ക് ഇടാൻ പറ്റില്ലേ? നിങ്ങൾ ഓരോരുത്തരെ കൊണ്ടും ഇത് പറ്റില്ലേ? നിങ്ങൾ സ്വയം ഒന്ന് ചിന്തിച്ച് നോക്കുക. സോ ഇത് നമ്മൾ സൈക്കിൾ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എക്സാക്ട്ലി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം. നമ്മളിതിനെ സൈക്കിൾ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് വിളിക്കും. സോ സ്റ്റെപ്പ് 1 നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. സ്റ്റാർട്ട് യുവർ ഓൺ ബിസിനസ്. അതായത് ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പിൾ 100 points അല്ലേ. സോ ഞാൻ ആ 100 pointsന് ഈക്വലൻ്റ് ആയിട്ട് എനിക്ക് ആവശ്യമുള്ള പ്രൊഡക്ട്സ് മേടിച്ചു. ആൻഡ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ റിക്രൂട്ട്മെൻറ്റ്. ഞാൻ എന്നെ പോലെ തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ലൈഫിൽ ഒരുപാട് സ്വപ്നങ്ങളുള്ള, അത് ഫുൾഫിൽ ചെയ്യണമെന്ന ഡിറ്റർമിനേഷനുള്ള ഒരു 5 പേരെ ഞാൻ കണ്ടുപിടിക്കാൻ വേണ്ടി പോവുകയാണ്. സോ ഞാൻ ഒരുപാട് ആൾക്കാർ, ഒരു 10-200 പേരെ ഞാൻ കണ്ടു, ഇങ്ങനെ ഓപ്പർച്യൂണിറ്റി ഷെയർ ചെയ്തു, അവർക്ക് അറിയണമെന്ന് പറഞ്ഞു. സോ ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് 3ാമത്തെ സ്റ്റെപ്പിൽ ഇതുപോലെയുള്ള ഓപ്പർച്യൂണിറ്റി വെബിനാർ പ്രസൻറ്റേഷൻസ് ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഇൻട്രൊഡക്ഷൻ എന്ന് പറയും. ഈ ബിസിനസ്സിനെ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുത്തു ഞാൻ 3ാമത്തെ സ്റ്റെപ്പിൽ. ആൻഡ് 4ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ എന്താ ചെയ്യുന്നത്, അവരുടെ ഇൻട്രസ്റ്റ്, എന്തുകൊണ്ടാണ് അവർ ഈ ഒരു ബിസിനസ്സിലോട്ട് വരുന്നത് അല്ലെങ്കിൽ ഈ ഒരു ഓപ്പർച്യൂണിറ്റിയിലോട്ട് വരുന്നത് എന്നുള്ള ആ ഒരു ഇൻട്രസ്റ്റ് ഞാൻ ഡിറ്റർമൈൻ ചെയ്ത് 5ാമത്തെ സ്റ്റെപ്പിൽ ഞാൻ അവരുടെ അടുത്ത് നിന്നും ഒരു പോസിറ്റീവ് ഡിസിഷൻ എടുത്ത് 6ാമത്തെ സ്റ്റെപ്പിൽ എൻ്റെ ആ ന്യൂ പാർട്ട്ണറെ അവരുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഹെൽപ്പ് ചെയ്യുവാണ്. ഇങ്ങനെ 6 സ്റ്റെപ്പിലാണ് ഇത് ഓരോരുത്തരും. ഞാനിപ്പോൾ കൊണ്ടുവന്ന എഗ്സ് എന്ന് പറയുന്ന ആ ഒരു പേഴ്സൺ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അയാൾ വൺസ് സ്റ്റാർട്ട് ചെയ്തിട്ട് പുള്ളിക്കാരനും പുള്ളിക്കാരിയും സെയിം കാര്യം തന്നെയാണ് ചെയ്യുന്നത്. സോ എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും കൺസിസ്റ്റൻ്റ് ആയിട്ട് ആര് വർക്ക് ചെയ്യുന്നോ അവർക്ക് മസീവ് സക്സസ് ഉണ്ടാകും. അത് നമ്മളൊരു ഷോപ്പ്, നമ്മൾ സാധാരണ ഒരു പെട്ടിക്കട ഉള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ പോലും നമ്മൾ നമ്മുടെ കട തുറന്നു, എന്നിട്ട് 2 ദിവസം നമ്മൾ അവിടെ നിന്ന് കച്ചവടമൊക്കെ നടത്തിയിട്ട് പിന്നെ ഒരാഴ്ച നമ്മൾ വെക്കേഷൻ അല്ലെങ്കിൽ ടൂറിന് അല്ലെങ്കിൽ എവിടെയെങ്കിലും കല്യാണമൊക്കെ ആഘോഷിക്കാൻ പോയിട്ട് തിരിച്ച് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും നമ്മുടെ കച്ചവടം? ദ സെയിം തന്നെയാണ് ഇവിടെയും. അറ്റ്ലീസ്റ്റ് നിങ്ങളൊരു 3 to 4 hours എവറി ഡേ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് മാസീവായിട്ടുള്ള സക്സസ് ഉണ്ടായിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. സോ ഇത്രയുമാണ് നമ്മുടെ ബിസിനസ്സും സിസ്റ്റവും. സോ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ പാർട്ട്ണർ ആരാണ്, നമ്മുടെ പ്രൊഡക്റ്റ് എന്താണെന്നൊക്കെ അറിയണമെന്നുള്ള ആഗ്രഹം നിങ്ങളുടെ മനസ്സിലിങ്ങനെ വന്നിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ ഐ വിൽ ഷെയർ വിത്ത് യു പീപ്പിൾ. അതിന് മുന്നേ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനുള്ളതൊരു ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ റിക്രൂട്ട്മെൻറ്റും ട്രെയിനിങ്ങുമാണ് ഇവിടെ ചെയ്യുന്നത്. യൂസിങ് ആൻഡ് ഷെയറിംഗ് ആണ് ചെയ്യുന്നത്. പ്രോഡക്റ്റ് സെല്ലിംഗ് അല്ല നമ്മളിവിടെ ചെയ്യുന്നത്. സോ നമ്മുടെ പാർട്ട്ണർ എന്ന് പറയുന്നത് ഓറിഫ്ലെയിം ബൈ സ്വീഡൻ. ഓറിഫ്ലെയിം ബൈ സ്വീഡൻ ഈസ് എ മാറ്റർ ഓഫ് പ്രൈഡ് ആണ് ഓൾവേസ്. സോ 50 വർഷങ്ങൾക്ക് മുകളിലായിട്ട് ലോകത്തുള്ള ഒരുപാട് ആൾക്കാരുടെ സ്വപ്നങ്ങളെ എംപവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബ്രാൻഡാണ് ഓറിഫ്ലെയിം. സോ 1967
സ്വീഡനിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ കമ്പനികളിലൊന്നാണ് ഈ നാച്ചുറൽ എക്സ്ട്രാക്ട് പ്രോഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണ്. ആൻഡ് ഇവിടെ നമ്മൾ പേഴ്സൺ ടു പേഴ്സൺ റെക്കമെൻഡേഷനാണ്. നമ്മളൊരു റീറ്റെയിൽ സ്റ്റോറിലോ നമ്മൾ TV അഡ്വർടൈസ്മെൻറ്റിൽ കൂടെയോ ഓൺലൈനായിട്ടോ ഒന്നും നമ്മൾ പ്രൊഡക്റ്റ് വിൽക്കുന്നില്ല. നമ്മൾ ആരൊക്കെയാണോ ഈ ഒരു ബിസിനസ് ചെയ്യുന്നത് അവർ പേഴ്സണലി മൗത്ത് ടു മൗത്ത് പബ്ലിസിറ്റി മാത്രമേ ഉള്ളൂ. സോ ഒരു പേഴ്സൺ ടു പേഴ്സൺ റെക്കമെൻഡേഷനിൽ ഒരു 50 വർഷത്തിന് മുകളിലൊരു കമ്പനി 52 വർഷങ്ങൾക്ക് മുകളിലായിട്ട് സക്സസ്ഫുള്ളായിട്ട് നിൽക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവില്ലേ അത്? എക്സാക്ട്ലി. സോ ഇന്ന് യൂറോപ്പിൽ തന്നെ ഏറ്റവും ലാർജസ്റ്റ് ബ്യൂട്ടി കമ്പനീസിലൊന്നാണ് ഓറിഫ്ലെയിം. 60-ൽ പരം രാജ്യങ്ങളിലായിട്ട് 30 ലക്ഷത്തിൽ പരം കൺസൾട്ടൻസ് ഓറിഫ്ലെയിമിൻ്റെ കൂടെ ഇന്ന് വർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് ബ്യൂട്ടി ബിസിനസ് ഈ 2 ഓപ്പർച്യൂണിറ്റി കിട്ടും. ബ്യൂട്ടി എന്ന് പറയുന്നത് ഒരിക്കലും നമ്മൾ എങ്ങനെ പുറമേ കാണുന്നു എന്നുള്ളതല്ല, നിങ്ങൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും നമ്മൾ ഓരോരുത്തരും എങ്ങനെ ജീവിക്കുന്നു, എങ്ങനെ നമ്മുടെ ജീവിതം ഫീൽ ചെയ്യുന്നു എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്. അതുപോലെ ബിസിനസ് ഓപ്പർച്യൂണിറ്റി മീൻസ് ഒരു ലോ റിസ്കി വേയിൽ അഫോർഡബിളായിട്ട് നമ്മുടെ ലൈഫിൽ സക്സസ്ഫുൾ ആകാൻ വേണ്ടിയിട്ടുള്ളൊരു നമുക്ക് ഒരു ഓപ്പർച്യൂണിറ്റി, നമ്മുടെ ഒരു ഓൺ ബോസ് ആകാനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയാണ് ഇവിടെ. സോ ഇന്ത്യൻ ഓറിഫ്ലെയിമിനെ പറ്റി പറയുവാണെങ്കിൽ 1995 ഓറിഫ്ലെയിം ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ഇന്ത്യയിൽ വരുന്നത്. ഇന്ന് 20+ സിറ്റീസിൽ നമ്മൾ പ്രസൻറ്റഡ് ആണ്. നമ്മുടെ തൊട്ടടുത്ത ബ്രാഞ്ച് ചെന്നൈയിലാണ്. കേരളത്തിലെയും തമിഴ്നാട്ടിലെയും കൺസൾട്ടൻസ് വർക്ക് ചെയ്യുന്നത് ചെന്നൈ ബ്രാഞ്ചിൻ്റെ അണ്ടറിലാണ്. ഇന്ത്യൻ ഡയറക്റ്റ് സെല്ലിംഗ് അസോസിയേഷൻ്റെ കോ-ഫൗണ്ടിങ് മെമ്പേഴ്സിൽ ഒരാളാണ് ഓറിഫ്ലെയിം. ഓക്കെ, സോ ഇത്രയുമാണ് ഓറിഫ്ലെയിമിൻ്റെ പ്രൊഫൈൽ. ഇനി പ്രോഡക്ട്സിനെ പറ്റി പറയുമ്പോഴത്തേക്കും പ്രോഡക്ട്സ് നമുക്ക് 1000+ പ്രോഡക്ട്സിൻ്റെ പോർട്ട്ഫോളിയോ ഉണ്ട്. മെയിൻ കാറ്റഗറി വരുന്നത് ബ്യൂട്ടി ആൻഡ് വെൽനസ് ആണ്. ഈ ബ്യൂട്ടി ആൻഡ് വെൽനസ്സിൽ തന്നെ 1000+ പ്രോഡക്ട്സ് നമുക്കുണ്ട്. ബ്യൂട്ടിയിൽ തന്നെ നമുക്ക് കളർ കോസ്മെറ്റിക്സ്, പേഴ്സണൽ കെയർ, സ്കിൻ കെയർ, ഹെയർ കെയർ, ഫുഡ് കെയർ, ഫ്രാഗ്രൻസസ്, അങ്ങനെ പിന്നെ ആക്സസറീസ് കൂടെ, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ്. അതുപോലെ ഹെൽത്ത് കെയർ പ്രോഡക്ട്സിൽ നമുക്ക് വെൽനസ് ഷേക്ക് ആൻഡ് omega-3 സപ്ലിമെൻറ്റ്, ആൻറ്റി ഓക്സിഡൻറ്റ് സപ്ലിമെൻറ്റ്, ഇങ്ങനെ 3 കാര്യങ്ങൾ അവൈലബിൾ ആണ്. സോ പക്ഷേ ഇങ്ങനെ ഇത്രയൊക്കെ പ്രൊഡക്റ്റ് ഉണ്ടെങ്കിലും ആസ് എ ബിസിനസ് ബിൽഡർ ഒരു ബിസിനസ് ബിൽഡ് ചെയ്ത് നമ്മുടേതായിട്ടൊരു എംപയർ ഉണ്ടാക്കണം, 1 ഇയർ കൊണ്ട് ഈ പറയുന്ന റെസിഡുവൽ ഇൻകം ഉണ്ടാക്കണം, ഗോൾഡ് ഡയറക്ടർ ആകണം, ആ ബെനിഫിറ്റ്സ് എല്ലാം എടുക്കണം എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഞാൻ പേഴ്സണലി നിങ്ങൾക്ക് 2 പ്രോഡക്റ്റ് റെക്കമെൻഡ് ചെയ്യും. നമ്മുടെ ഓറിഫ്ലെയിമിൻ്റെ ഹീറോ പ്രൊഡക്ട്സ് എന്ന് വിളിക്കുന്ന നൊവേജും വെൽനസും. നൊവേജ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് സ്കിൻ കെയർ പ്രോഡക്റ്റും വെൽനസ് എന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഹെൽത്ത് കെയർ പ്രോഡക്ട്സും. സോ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നിങ്ങൾ എന്നോട് ചോദിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് തരുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആളോട് ചോദിക്കുക, അവർ നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡീറ്റെയിൽസും തരും. അതിനുശേഷം നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങൾ ഏത് പ്രോഡക്റ്റ് വെച്ച് നിങ്ങളുടെ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുള്ളത്. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിവിടെ നൊവേജും വെൽനസും വിൽക്കാൻ വന്നിട്ടുള്ള ഒരാളല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നോ സെല്ലിങ്. നമ്മൾ ടൈം സേവ് ചെയ്യേണ്ടത് ഈ ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി കോൺസെപ്റ്റ്, ഈ റെസിഡുവൽ ഇൻകം ഡിജിറ്റൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റി കോൺസെപ്റ്റ് മറ്റുള്ളവരിൽ എത്തിക്കാനും ഈ നൊവേജിൻ്റെ വെൽനസിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ മറ്റുള്ളവരിൽ എത്തിക്കാനുമാണ്. ഓക്കെ, സോ പ്രോഡക്ട്സ് ഒക്കെ നാച്ചുറൽ പ്രോഡക്ട്സ് ആണ്. ഒരു ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. 100 കണക്കിന് സയൻറ്റിസ്റ്റുകളുടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ ഓരോ പ്രോഡക്റ്റും ഫോളോ ചെയ്യുന്ന യൂറോപ്യൻ യൂണിയൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് ആണ്. ഇത്രയൊക്കെ പറഞ്ഞിട്ടും സ്റ്റിൽ മേ ബി യു വിൽ ഹാവ് ദ ഡൗട്ട്, മാം ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്, എനിക്ക് കേട്ടിട്ട് ഭയങ്കര മോട്ടിവേഷനൊക്കെ വന്നു, പക്ഷേ എന്നെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമോ? തീർച്ചയായിട്ടും ഇവിടെ ഞാൻ ഈ പറയാൻ പോകുന്ന സ്ത്രീകളെ കൊണ്ട് ഇതൊക്കെ സാധിക്കുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർക്കും ഇത് സാധിക്കാവുന്നതേ ഉള്ളൂ. ഇത് മിസ്സസ് ലീല ഭൂമിനാഥൻ, കോയമ്പത്തൂരുള്ളൊരു സാധാരണ വീട്ടമ്മയാണ്. ജസ്റ്റ് ഒരു BSc കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേഷൻ, അതിനുശേഷം എടുപിടിയിൽ നിന്ന് കല്യാണം കഴിഞ്ഞു. ഒരു ജോലിയിലോ ഒരു ബിസിനസ്സിലോ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നില്ല. പക്ഷേ പുള്ളിക്കാരുടെ ഇന്ന് വരെയുള്ള ഏർണിങ്സ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 കോടി രൂപയ്ക്ക് മുകളിലാണ്. ഇന്ന് അവർ മാസം 3 ലക്ഷം രൂപയാണ് ഇൻകമായിട്ട് പെർ മന്ത് വാങ്ങിക്കുന്നത്. അതുകൂടാണ്ട് ഹസ്ബൻഡിന് ഒരു ക്രേറ്റ കാർ ഗിഫ്റ്റ് ചെയ്തു, 2 യൂറോപ്പ് ട്രിപ്പ് ഹസ്ബൻഡിന് ഗിഫ്റ്റ് ചെയ്തു. പിന്നെ ഈ ഒരു വർഷം മാത്രം 6.5 ലക്ഷം രൂപയുടെ ക്യാഷ് അവാർഡ് മാത്രമാണ് പുള്ളിക്കാരി നേടിയിരിക്കുന്നത്. പിന്നെ ഒരുപാട് കാറ്റഗറി +2 ക്വാളിഫിക്കേഷൻ മാത്രമുള്ള ആളുണ്ട്, അതല്ല ന്യൂട്രീഷനിസ്റ്റ് ആയിട്ടുള്ള ആളുണ്ട്, വീട്ടമ്മയായിക്കൊണ്ട് ആൾക്കാരുണ്ട്, എന്താ പറയേണ്ടത്, ഒരുപാട് ക്വാളിഫിക്കേഷൻസ് BTech, MTech, PhD, ഡോക്ടറേറ്റ് ഒക്കെ നേടി വന്നിട്ടുള്ള ആൾക്കാരുണ്ട് ഇവിടെ.
ഓക്കെ 50 ഇയേഴ്സ് കഴിഞ്ഞ ആൾക്കാരുണ്ട്, സ്റ്റുഡൻസ് ഉണ്ട്, ജസ്റ്റ് 19-20 വയസ്സുള്ള പെൺകുട്ടികൾ അവരിതിൽ വന്നിട്ട് 50,000 മുകളിൽ ഇൻകം എടുക്കുന്നുണ്ട്. പിന്നെ പാർട്ട് ടൈമായിട്ട് ഈ ബിസിനസ് അവരുടെ ജോലിയുടെ വീട്ടിലെ ജോലിയുടെ ഒപ്പം ഇത് പാർട്ട് ടൈമായിട്ട് കൊണ്ടുപോയി സക്സസ്ഫുൾ ആയിട്ടുള്ള ലേഡീസ് ഉണ്ട്, ചെറിയ കുഞ്ഞുങ്ങളുള്ള അമ്മമാരുണ്ട്, കൊച്ചുകുട്ടികൾ. നമ്മളെപ്പോഴും കുഞ്ഞുങ്ങളെ ഒരു റീസൺ പറഞ്ഞ് നമ്മുടെ കരിയറിനെ മാറ്റി വെക്കുന്ന ആൾക്കാരാണ് നമ്മൾ. സോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ള ആൾക്കാർക്കുള്ളൊരു വലിയ ഓപ്പർച്യൂണിറ്റിയാണിത്. ജസ്റ്റ് കൈക്കുഞ്ഞുങ്ങളെ വെച്ചിട്ട് ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. 55-60 വയസ്സിൽ ഈ ബിസിനസ്സിൽ സക്സസ്ഫുൾ ആയിട്ടുള്ളതുണ്ട്. സോ ആർ വി ഗോയിങ് ടു ഗ്രാബ് ഓൾ ദ ക്യാഷ് അവാർഡ്സ്? നമ്മളെല്ലാവരും ഈ ക്യാഷ് അവാർഡ്സ് ഒക്കെ എടുക്കുമോ? 50,000 തൊട്ട് 5 crore വരെ ഏൺ ചെയ്യാനുള്ള ഓപ്ഷനാണ് നമുക്കിവിടെ ഉള്ളത്. പക്ഷേ സ്റ്റിൽ നിങ്ങളുടെ മനസ്സിൽ ഇനി പറയുന്ന ഒബ്ജെക്ഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. നിങ്ങളിപ്പോൾ പറയുകയാണ് മാം എനിക്കിത് എവിടെ സ്റ്റാർട്ട് ചെയ്യണം, എനിക്കിനെ പറ്റി ഒരു ഐഡിയ ഇല്ല, എനിക്കും ഉണ്ടായിരുന്നില്ല. ഓക്കെ, നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഗെറ്റ് റെഡി ടു ബി സറൗണ്ടഡ് ബൈ എ ഗ്രൂപ്പ് ഓഫ് വിമൺ. ഇതൊരു പവർഫുൾ വിമൺ എംപവർമെൻ്റ് ആണ്, ഒരു ഗ്രൂപ്പ് ഓഫ് സക്സസ്ഫുൾ സ്ത്രീകൾ. ഓക്കെ, നമ്മൾ അവരോട് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് നമ്മളെ അവരെല്ലാ ദിവസവും ഓരോ കാര്യങ്ങൾ പഠിപ്പിച്ച് നമ്മൾ സക്സസ്ഫുൾ ആകും, നമ്മൾ പോലും അറിയാതെ. നിങ്ങൾ എന്നോട് പറയുകയാണ് മാം ഇതൊക്കെ കൊള്ളാം, പക്ഷേ എനിക്ക് ടൈമില്ല. ഹലോ, ആർക്കും സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും ഈ ഒരു ഓപ്ഷൻ നോക്കിയതും ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതും. ബിക്കോസ് എനിക്ക് എൻ്റെ ഫാമിലിക്ക് വേണ്ടി കൂടുതൽ സമയം കൊടുക്കണമായിരുന്നു. സോ നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ സ്ക്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് സമയം കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ്സും ചെയ്യാനുള്ള സമയം കിട്ടും. നിങ്ങളുടെ നെക്സ്റ്റ് ഒബ്ജെക്ഷൻ എനിക്കറിയാം എന്താണ്. പക്ഷേ മാം ഈ 3,300 അല്ലെങ്കിൽ 4,000, 4,500 രൂപ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ഫോർ മീ. ഐ കൻ അണ്ടർസ്റ്റാൻഡ്. ബിക്കോസ് ഞാനും സെയിം ആ ഒരു പെയിനിൽ കൂടെ ആ ഒരു ഫീൽഡിൽ കൂടെ വന്നൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരു 3,000 രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലാഞ്ഞത് കൊണ്ടാണ് ഞാൻ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. എത്ര കാലം നമ്മൾ മറ്റൊരാളുടെ മുന്നിൽ കൈ നീട്ടും ഒരു 3,000 രൂപയ്ക്ക്, ഒരു 4,000 രൂപയ്ക്ക് വേണ്ടിയിട്ട്? ദാറ്റ് ഈസ് വൈ ഐ സ്റ്റാർട്ടഡ് ദിസ് ബിസിനസ്. ഈ ഒരു ബിസിനസ്സിൽ കാശുള്ളത് കൊണ്ട് ജോയിൻ ചെയ്യുന്ന ആരുമില്ല. ഞാൻ ത്യാഗങ്ങൾ ഒരുപാട് ചെയ്തിട്ട് തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുനിന്ന് ഞാൻ കടം വാങ്ങിച്ചിട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ വിചാരിച്ചതിൽ മുന്നേ എനിക്ക് അവരുടെ കടം തിരിച്ചു വിട്ടാൻ പറ്റും. ഞാൻ എത്ര ഇൻവെസ്റ്റ് ചെയ്തു അതിൻ്റെ 100 times, 200 times, 300 times നിങ്ങൾക്കിതിൽ തിരിച്ചെടുക്കാൻ വേണ്ടി പറ്റും. പക്ഷെ അതിനൊക്കെ വേണ്ടത് നമ്മുടേതായിട്ടുള്ളൊരു പെയിൻഫുൾ റീസൺ നമുക്കുണ്ടാവണം. നമുക്കൊരു ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസോ ഓൺ ബിസിനസ് വേണമെന്നുള്ളതോ അഡീഷണൽ ഇൻകമോ വട്ടവർ നിങ്ങളുടെ റീസൺ, നിങ്ങളുടെ സ്വപ്നം, അതാണ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഞാൻ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് എൻ്റെ സ്വപ്നം എന്ന് വെച്ചാൽ എനിക്ക് സ്വന്തമായിട്ടൊരു വീട്. എത്ര കാലം ഇങ്ങനെ വാടകയ്ക്ക് മറ്റുള്ളവരുടെ വീട്ടിൽ കിടക്കും, സ്വന്തമായിട്ടൊരു വീട് എന്നുള്ള ആഗ്രഹത്തിൽ ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആളാണ് ഞാൻ. വിതിൻ 6 months ഞാൻ ആ ഡ്രീം ഫുൾഫിൽ ചെയ്തു എന്നുള്ളതാണ്. ലോൺ വാങ്ങിച്ചിട്ട് തന്നെയാണ് ചെയ്തത്. പക്ഷെ ആ ലോൺ എടുക്കാനുള്ള ധൈര്യം എനിക്ക് തന്നത് എൻ്റെ ഈ ബിസിനസ്സാണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് വാട്ട് ഐ ഹാവ് ടു സേ യു പീപ്പിൾ. ഒരു റീസൺ, നമുക്കൊരു കാരണം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലൈഫിനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുകയുള്ളൂ. സോ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ അങ്ങനെ സ്ട്രോങ് ആയിട്ട് ഡിറ്റർമൈൻഡ് ആയിട്ടുള്ളൊരു ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സുപ്രീമസി അക്കാഡമിയുടെ എല്ലാ ട്രെയിനിങ്സും അവൈലബിൾ ആണ്. ഡിജിറ്റൽ അക്കാഡമീസ് ഉണ്ട്, എങ്ങനെ ഇൻവൈറ്റ് ചെയ്യണം, എങ്ങനെ റിക്രൂട്ട് ചെയ്യണം, എങ്ങനെ നിങ്ങളുടെ ടീം ഫോം ചെയ്യണം. നമ്മുടെ ബിസിനസ് അക്കാഡമീസ് ഉണ്ട്, കമ്മ്യൂണിക്കേഷൻ ലീഡർഷിപ്പ് സ്കിൽസിനുള്ള ട്രെയിനിങ് ഉണ്ട്, പ്രോഡക്റ്റ് എക്സ്പെർട്ടൈസ് ഉണ്ട്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ബി എ പാർട്ട് ഓഫ് അവർ സക്സസ്ഫുൾ സുപ്രീമസി നെറ്റ്വർക്ക്. നമ്മുടെ സക്സസ്ഫുൾ ആയിട്ടുള്ള സുപ്രീമസി നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് നെറ്റ്വർക്ക്, ലേഡീസ് കമ്മ്യൂണിറ്റി. അതിൻ്റെ ഒരു പാർട്ടായിട്ട് നിങ്ങൾ മാറുക. ഇമ്മീഡിയറ്റ്ലി നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആളുടെ അടുത്ത് എൻ്റെ അടുത്ത് വരിക. നമ്മുടെ സുപ്രീമസി നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ടാകും. നമുക്ക് ഫേസ്ബുക്കിൽ 20,000+ കമ്മ്യൂണിറ്റി, ഒരു ലേഡീസ് മാത്രമുള്ളൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. നിങ്ങൾ ഈ ബിസിനസ്സിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നൊന്നുമില്ല, അതിൽ ജോയിൻ ചെയ്ത് ആ ലേഡീസിനെയൊക്കെ കാണാനും അവരുടെ സക്സസ് സ്റ്റോറീസ് കേൾക്കാനും ഒക്കെ യു ക്യാൻ ജോയിൻ ഇമ്മീഡിയറ്റ്ലി ഇൻ ദാറ്റ് ഫേസ്ബുക്ക് ഗ്രൂപ്പ്. സോ ഇമ്മീഡിയറ്റ് നിങ്ങൾ അത് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഡിസൈഡ് ചെയ്യുക, നിങ്ങൾ ആലോചിക്കുക നിങ്ങൾ ഈ ബിസിനസ് എന്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യണം, നിങ്ങളുടെ നിങ്ങളുടെ റീസൺ എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചതിന് ശേഷം നിങ്ങൾ എന്നെ തിരിച്ച് കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം എങ്ങനെയാണ് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു തരാം. അല്ലെങ്കിൽ നിങ്ങൾ ഇൻവൈറ്റ് ചെയ്ത ആൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് പറഞ്ഞു തരും. സോ ഐ വിഷിംഗ് യു all the best for your future endeavors. Thank you so much. Bye bye.